സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും ഹാപ്പിനെസ് പാർക്ക് ഒരുങ്ങുന്നു. പാർക്കിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 50 സെന്റ് ഭൂമിയെങ്കിലും കണ്ടെത്തണം. ഭൂമി വാങ്ങുന്നതിന് വികസന ഫണ്ടും തനത് ഫണ്ടും ഉപയോഗിക്കാം. സ്പോൺസർഷിപ്പിലൂടെയും ഫണ്ട് ശേഖരിക്കാൻ അനുവാദമുണ്ടാകും. വി.എ. ഗിരീഷ് വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ് പറയൂ, ഹാപ്പിനെസ് ആ സ്ഥലമില്ലാത്തതിൻ്റെ ഒരു കുറവായിരുന്നു നമുക്ക് ഹാപ്പിനെസ് കുറയുന്നത്. ഗുഡ് മോർണിംഗ് SKN. സംസ്ഥാനത്ത് എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലൊരു ഹാപ്പിനെസ് പാർക്കുകൾ സ്ഥാപിക്കാനാണ് ഇപ്പോൾ തദ്ദേശഭരണ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ SKN നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉല്ലസിക്കാൻ വേണ്ടി ഒരു പാർക്ക് ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നതും. മാസത്തിൽ ഒരു ദിവസം ഈ ഹാപ്പിനെസ് പാർക്കിൽ ഹാപ്പിനെസ് ഡേ എന്നുള്ളത് ആഘോഷിക്കണം എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. കലാപരിപാടികളും അതോടൊപ്പം തന്നെ ഫുഡ് ഫെസ്റ്റിവലും ഒക്കെ ഉണ്ടാകും. ഈ ഹാപ്പിനെസ് പാർക്കിന് വേണ്ടിയിട്ട് 50 സെന്റ് സ്ഥലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ വികസന ഫണ്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ തനത് ഫണ്ട് ഉപയോഗിച്ചോ ഈ സ്ഥലങ്ങൾ വാങ്ങാം എന്നും ഇപ്പോൾ തദ്ദേശഭരണ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം സ്പോൺസർഷിപ്പിലൂടെയും ഇതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിട്ടുണ്ട്. പാർക്കിൽ ഇരിപ്പിടവും അതോടൊപ്പം വിനോദ ഉപാധികളും ഉണ്ടാകണം. ഡാൻസിംഗ് ഫ്ലോർ, സിംഗിംഗ് ഫ്ലോർ, യോഗ, ജോഗിംഗ് തുടങ്ങിയവയ്ക്കുള്ള സൌകര്യം ഉണ്ടാകണം. അതോടൊപ്പം സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ്, മൊബൈൽ റീചാർജിംഗ്, വൈഫൈ എന്നിവ നിർബന്ധമാണ്. ഭംഗിയുള്ള ലൈറ്റിംഗ് സംവിധാനം ഉണ്ടാകണം. സേവ് ദ ഡേറ്റിനും ബർത്ത്ഡേ പാർട്ടിക്കും വിനിയോഗിക്കാനുള്ള ഭംഗിയും ഈ പാർക്കുകൾക്കുണ്ടാകണം എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇത് നടപ്പാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ജനങ്ങൾക്ക് വളരെയേറെ പ്രയോജനം കിട്ടും എന്നുള്ളതും അതോടൊപ്പം തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അല്ലെങ്കിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തന്നെ ഒരു റിക്രിയേഷൻ പാർക്കുകളായി ഇത് മാറും എന്നുള്ളതുമാണ് ഇപ്പോൾ തദ്ദേശ ഭരണ വകുപ്പ് വിലയിരുത്തിയിരിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. താങ്ക് യു, വി.എ. ഗിരീഷ്.